ഓൺലി മലയാളം. അപ്പൊ നമ്മളെ കയറിയ സ്ഥലം മറൈൻ ഡ്രൈവ് എന്ന് പറയും. മറൈൻ ഡ്രൈവ് ഇപ്പൊ അതിന്റെ പുതിയ പേര് APJ അബ്ദുൽ കലാം മാർഗ് എന്നാണ്. ഇത് കൊച്ചി കായലാണ്. കൊച്ചി കായൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് അവിടെ തെക്ക് ഭാഗം നമ്മുടെ ബോട്ടിന്റെ തെക്ക് ഭാഗമാണത്. അവിടുന്ന് ലെഫ്റ്റ് ബോട്ടിന്റെ ലെഫ്റ്റ് ഭാഗം വേമ്പനാട് കായൽ ഒഴുകി വരും. വേമ്പനാട് കായലിൽ 5 നദികളാണുള്ളത്. 5 നദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് പമ്പാ നദിയാണ്. നമുക്കറിയാം അത് ശബരിമലയിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അതുകൂടാതെ തന്നെ വേറെ 4 ചെറിയ നദികളുണ്ട്. അതിൽ മൂവാറ്റുപുഴയാറ്, കൂടൂരാറ്, മീനച്ചിലാറ്, പിന്നെ വരട്ടാറ്, അങ്ങനെ 5 നദികൾ ചേർന്ന് അതിൽ കൂടുതലൊക്കെ ഉണ്ട്. എന്നാലും ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള അത്ര കാര്യങ്ങളാണ്. അല്ലാതെ ചെറിയ തോടുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ആലുവാപ്പുഴ അല്ലെങ്കിൽ പെരിയാർ കടന്നു വന്ന് കൊച്ചി കായലിൽ വന്നിട്ട് നേരെ അറബിക്കടലിലേക്ക് പോകും. അറബിക്കടലാണ് ആ മുൻഭാഗത്തായിട്ട് കാണുന്ന ഓപ്പണബിൾ ആയിട്ടുള്ള സ്ഥലമാണ് അറബിക്കടൽ. ഇവിടെ ചെറുതും വലുതുമായിട്ട് 33ഓളം ഐലൻഡുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഐലൻഡ് പറയുന്നത് ആ കാണുന്നതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത മനുഷ്യനിർമ്മിത മാൻമെയ്ഡ് ഐലൻഡ്. 1930 ബ്രിസ്റ്റോ എന്ന് പറയുന്ന സാഹിത്താണ് അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. അത് 3 പാർട്ടീഷനായിട്ട് തിരിച്ചിരിക്കുന്നു. ഏറ്റവും കിഴക്കേ അറ്റത്ത് വരുന്നത് ഇന്ത്യൻ നേവിയുടെ വാർഷിപ്പുകളും നേവൽ ബേസുമാണ്. രണ്ടാമത് വരുന്നത് പഴയ എയർപോർട്ട് കൊച്ചി എയർപോർട്ടാണ്. ഇപ്പോഴാണ് നമുക്ക് പുതിയതായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നതിന് മുമ്പ് ഇതായിരുന്നു കൊച്ചി എയർപോർട്ടും. പിന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഓഫീസും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങോട്ട് മാറി. പിന്നെ അത്ര ഭാഗങ്ങളുണ്ട്. ഏകദേശം 15 കിലോമീറ്ററോളമാണ് ഈ ഏരിയയാണ് അതിനുള്ളത്. ഇവിടെ 3 ഐലൻഡുകളുണ്ട്. ഒന്ന് ബോൾഗാട്ടി, രണ്ടാമത് വണ്ണാർപാടം, ലാസ്റ്റ് വൈറ്റ്. ഈ ബോൾഗാട്ടി ഐലൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മുളവുകാടാണിത്. അതിന് ഇങ്ങോട്ടുള്ള ഭാഗമാണ് ഈ ബോൾഗാട്ടി ഐലൻഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പാലസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ഡച്ചുകാർ പണിത് കൊച്ചി രാജാവിനെ കൊടുത്തതാണ്. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കുകയാണ്. KTDC കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ 3 സ്റ്റാർ ഹോട്ടലായിട്ടാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഇവിടെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ആ വെടിനക്ഷത്രം, മൈപ്പോസ്, അതുകൂടാതെ തമിഴ് സിനിമകളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് 2 ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. അതിലൊരു ബിൽഡിങ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ എന്ന് പറയും. ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞാൽ ലുലു ഗ്രൂപ്പിൻ്റെ, അതായത് MA യൂസഫ് അലി അവരുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ മുന്നോട്ട് മാറി തന്നെ ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയും. അത് ഏകദേശം 3000 പേർക്ക് ഒരേ സമയത്ത് താമസിക്കാനും വിവിധ കൺവെൻഷനുകളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നീല കാണുന്നത് കണ്ടോ, അത് സാൻമാർ സോററ്റ് എന്ന് പറയുന്ന ഷിപ്പാണ്. അത് സിംഗപ്പൂരിന് ഗ്യാസ് ഓയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതാണ്. ഗ്യാസ് ഓയിലല്ല, നാഫ്ത ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 1 കപ്പൽ വീതം ഇവിടെ വരുന്നുണ്ട്. ചില സമയത്ത് 2 കപ്പലുകൾ വരും. അത് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഈ 3 ഐലൻഡുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി 3 പാലങ്ങളുണ്ട്. അത് ഗ്ലോസറി പാലങ്ങളെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റായിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ്. സഹോദരൻ അയ്യപ്പനുള്ള നാമകരണം വരാൻ കാരണം ഇങ്ങനെ ഒരു പ്രപ്പോസൽ വേണമെന്ന് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അങ്ങനെ ഈ സഹോദരൻ അയ്യപ്പൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പാലം അറിയപ്പെടുന്നത്. പിന്നെ രണ്ടാമതുള്ളത് അപ്പുറേ കാണുന്നതാണ്. അത് വണ്ണാർപാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയും. അത് അവിടെ ചെല്ലുമ്പോൾ അത് പറയാം. നമുക്കിപ്പോൾ ഒരു പാട്ട് വെക്കാം. പിന്നെ അതല്ല, ആർക്കെങ്കിലും പാടാൻ താല്പര്യം ഒരാൾക്ക് വന്ന് പാടാം, കുളവാക്കാതെ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആരും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു പാട്ട് വെക്കാം.
Yeah.